കൊച്ചി മട്ടാഞ്ചേരിയിൽ ദേഹത്ത് കരിയോയിൽ ഒഴിച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്നതിന് സമീപമാണ് പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട്. ലിഡിയ, കൊച്ചിയിലെ പ്രതിഷേധം എങ്ങനെയാണ്? പേരാമ്പ്രയിലെ സംഘർഷത്തിൽ സംസ്ഥാനത്തുടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും കേരളത്തിലുടനീളം നടക്കുകയാണ്. അതിന്റെ ഭാഗമായി മട്ടാഞ്ചേരിയിലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് അല്പസമയം മുൻപ് നടന്നത്. ദേഹത്ത് കരിയോയിലൊഴിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. പനയപ്പള്ളി മണ്ഡലം ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി നടത്തിയത്. പ്രവർത്തകർ ദേഹത്ത് കരിയോയിലൊഴിച്ച് റോഡിൽ ഇറങ്ങി നിന്ന് പ്രതിഷേധിച്ചു. ഗതാഗതം ചെറിയ രീതിയിൽ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായപ്പോൾ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് കടന്നു. അത് നേരിയ ഉന്തും തള്ളും, പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ ഉന്തും തള്ളിനും ഒരു സാഹചര്യം ഉണ്ടാക്കി. റോഡിൽ ചെറിയ രീതിയിലുള്ള പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് അത് നീങ്ങി. പോലീസ് പ്രവർത്തകരെ വലിച്ചഴിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ച് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയുണ്ടായി. ആദ്യം റോഡിന്റെ സൈഡിലിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകർ റോഡിലേക്ക് കയറിയിരുന്ന പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നതോടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമാണ് അല്പസമയം മുൻപുണ്ടായത്. എന്തായാലും മുഖ്യമന്ത്രി വരാനിരിക്കുന്ന പരിപാടിക്ക് തൊട്ടു സമീപമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം, കരിയോയിൽ ദേഹത്തൊഴിച്ചുള്ള ഒരു പ്രതിഷേധം നടന്നത്. മുഖ്യമന്ത്രി ഇവിടെ വാട്ടർ മെട്രോ ടെർമിനലിന്റെ, മട്ടാഞ്ചേരി വാട്ടർ മെട്രോ ടെർമിനലിന്റെ ഉദ്ഘാടനത്തിനായിട്ട് എത്തുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ മുഖ്യമന്ത്രി തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തും. തൃശ്ശൂരിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ മട്ടാഞ്ചേരിയിലും മുഖ്യമന്ത്രി വരുന്ന പരിപാടിക്ക് സമീപം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ എത്തി പ്രതിഷേധം നീളും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കാരണവശാലും പിന്നോട്ടില്ല, പ്രതിഷേധം ശക്തമാക്കുമെന്നുള്ള നിലപാടിൽ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മറ്റ് കോൺഗ്രസ് പ്രവർത്തകരും എല്ലാവരും ഉള്ളത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ പ്രതിഷേധം, മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് ഈ പ്രതിഷേധം കനക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ധന്യ.